മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, പെന്തക്കുസ്ത തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളുകയാണ്. ക്രിസ്മസും ഈസ്റ്ററും ഒപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് പെന്തക്കുസ്ത എന്ന് പറയുന്നത്. സഭയുടെ ജനനം എന്നൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു ചോദ്യത്തിലൂടെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ എടുക്കുന്ന ശ്വാസം നമ്മൾ ഈ ഒരു മൊമെൻറ്റിൽ നിർത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ലൈഫ് അവിടെ ക്ലോസ് ആവാണ്. നമ്മുടെ ശരീരത്തിന് ശ്വാസം എന്നതുപോലെ ആത്മാവിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പരിശുദ്ധാത്മാവ്. വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കാം, ഈ ശ്വാസമില്ലെങ്കിൽ ശരീരമില്ലാത്തതുപോലെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മളുടെ ആത്മാവുമില്ല. ഇന്നത്തെ 4 വായനകളും ഏറ്റെടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: പരിശുദ്ധാത്മാവാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ക്ഷണം ഞാൻ 4 വായനകളിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട്. സൃഷ്ടിച്ചിട്ട് മനുഷ്യന് എങ്ങനെയാണ് ജീവൻ ലഭിക്കുന്നത്? ദൈവം തൻ്റെ ശ്വാസം അവനിൽ നിന്ന് വിശ്വസിക്കുന്നത്. ആ ശ്വാസത്തെ പറയുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തിയുള്ളവരാകും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു കാര്യമുണ്ട്. ഈ ശിഷ്യന്മാരൊക്കെ പേടിച്ച് ഭയത്താലും സംശയത്താലും ഒക്കെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശക്തമായിട്ടുള്ളൊരു കാറ്റ് വീശുകയാണ്. പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. പിന്നെ നമുക്ക് കാണുന്നത് ഈ ഭയത്തോടു കൂടി അല്ലെങ്കിൽ സംശയത്തോടു കൂടി ഇരിക്കുന്ന ശിഷ്യരല്ല, മറിച്ച് ധൈര്യത്തോടും സാക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന കുറച്ച് ശിക്ഷകണത്തെയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ശക്തിയുള്ളവരാവുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഘടകം. അതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്, പരിശുദ്ധാത്മാവാണ് ഈ ലോകത്തിൻ്റെ ചലനാത്മകമായിട്ടുള്ള ശക്തി. എന്തിനേയും ചലിപ്പിക്കുന്ന, ചൂട് പിടിപ്പിക്കുന്ന, തീഷ്ണത പിടിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ എന്താണ് ഈ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സ്നേഹമാണ്. തൃത്യേക ദൈവത്തിലെ 3 വ്യക്തികളുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവരെങ്ങനെയാണ് പരസ്പരം അടങ്ങിയിരിക്കുന്നത്? സ്നേഹത്താലാണ് ഒരുമിച്ചിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ 2 അയൺ ബാർസ് എടുക്കുക. ഈ അയൺ ബാർസിന് നടുക്കായിട്ടൊരു മാഗ്നറ്റ് കൊണ്ടുവയ്ക്കുക. ഈ മാഗ്നറ്റിൻ്റെ കാന്തിക വലയത്തിൽ ഈ 2 അയൺ ബാർസും ഒരുമിച്ചായിരിക്കുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹ വലയത്തിനുള്ളിൽ പിതാവും പുത്രനൊക്കെ ഒരുമയോടുകൂടി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏകീകരിക്കുന്ന ഒരു ഘടകമാണ് എന്ത്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഏകീകരിക്കുന്ന ഘടകം. അപ്പം നാളെ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ദൈവം? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഗോഡ് എന്ന് പറയുന്നത് സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. യോഹന്നാനാണ് അത് വിശേഷിപ്പിക്കുന്നത്. ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പം എന്താണ് പാപം? ഈ സ്നേഹത്തിന് എതിരെ നിൽക്കുന്നത് എന്തും പാപമാണ്. സ്നേഹത്തിൻ്റെ അഭാവം പാപമാണ്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പരിശുദ്ധാത്മാവാണ് ഏകീകരിക്കുന്ന ഘടകം. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ബാബേൽ ഗോപുരത്തെക്കുറിച്ച്. ഈ ബാബേൽ ഗോപുരത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് മനുഷ്യന്മാരെ ചിത്രിപ്പിക്കുന്നതും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നതൊക്കെ. അതാണ് ഇന്നത്തെ പെന്തക്കുസ്തായിൽ ഇല്ലാതാകുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തിയോടുകൂടി വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരെല്ലാവരും ഒരേ ആത്മാവിൽ ഒരേപോലെ സംസാരിക്കുന്നവരായിട്ട് മാറിത്തീരുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സവിശേഷത. പ്രിയമുള്ളവർ, സഭയ്ക്ക് 4 സവിശേഷതകൾ ഉണ്ടെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഭ എന്ന് പറയുന്നത് ഏകാണ്. ഈ ഏകത്വം വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏകീകരിക്കുന്ന ഘടകമായിട്ട് നിലനിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ബാബേൽ ഗോപുരത്തിലെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന, പല ഇഷ്ടങ്ങളുള്ള, ഒത്തിരി ആഗ്രഹങ്ങളുള്ള മനുഷ്യരാണെങ്കിൽ ഈ പെന്തക്കുസ്തായിൽ ഒരേ ആത്മാവിൽ ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് നാം എല്ലാവരും മാറിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ. രണ്ടാമതായിട്ട് സഭയെ വിശേഷിപ്പിക്കുന്നത്, സഭ എന്ന് പറയുന്നത് വിശുദ്ധമാണ്. എന്താണ് വിശുദ്ധിയുടെ അടയാളം? വിശുദ്ധിയുടെ അടയാളം ദൈവസ്നേഹമാണ്. ഈ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്യുമ്പോഴൊക്കെ അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. മൂന്നാമതായിട്ട് സഭ എന്ന് പറയുന്നത് സാർവത്രികമാണ്. എന്താണ് സാർവത്രികം? അതിനൊരു ജോഗ്രഫിക്കലായിട്ടുള്ളൊരു ബൗണ്ടറീസ് ഇല്ല. എല്ലാ കാലങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാണ്. സഭ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനാൽ മുന്നോട്ട് പോകാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സംസ്കാരങ്ങളിലും സഭയ്ക്ക് ഇന്നും പ്രാധാന്യമുണ്ട്. അവസാനമായിട്ട് സഭയെ വിശേഷിപ്പിക്കുന്ന സവിശേഷത എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത് അപ്പസ്തോലികമാണ്. ഒരു മുറിക്കുള്ളിൽ ഭയത്തോടുകൂടി ഒതുങ്ങിക്കൂടേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും, മറിച്ച് അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ നമ്മുടെ വാക്കാലും പ്രവൃത്തിയാലും ഒക്കെ മറ്റുള്ളവർക്ക്
പകർന്നു കൊടുക്കേണ്ട വലിയൊരു ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ അടച്ചുമുറിയിൽ ഒതുങ്ങിക്കൂടേണ്ട ഇടവരല്ലെന്ന് ശിഷ്യഗണത്തെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ധൈര്യത്തോടുകൂടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു ശിഷ്യഗണം. അതാണ് ഈ പെന്തക്കോസ്തായുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമ്മളും അതേപോലെ തന്നെ ക്രിസ്തുവിന് സാക്ഷ്യമാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഈ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട വലിയൊരു മാധ്യസ്ഥം അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ ഒരു അധികാരം എന്ന് പറയുന്നത് മറ്റു ലോക നേതാക്കൾക്ക് കിട്ടിയിരിക്കുന്ന അധികാരം പോലെയല്ല, മറിച്ച് വളരെ ഡിഫറൻ്റ് ആണ്. ഈ നെപ്പോളിയനേക്കാളും വളരെയധികം സ്വാധീനം ചെലുത്തിയ വ്യക്തികളാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അതുപോലെ തന്നെ മദർ തെരേസയും ഒക്കെ. അവരുടെ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞു മുന്നോട്ട് പോയ കുറേ ജീവിതങ്ങളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് ഇന്നും ഏറ്റവും അധികം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൈന്യത്തിനോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും സോവിയറ്റ് യൂണിയൻ എന്ന ശക്തിയെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് തകർക്കുവാനായിട്ട് സാധിച്ചു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇത്രയേ ഉള്ളൂ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. വചനം പറയുന്നില്ലേ, കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് വീശുന്നുവെന്നോ നമുക്ക് ആർക്കും അറിയില്ല. അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. ശരിയാണ്, ഇന്നത്തെ ലോകത്ത് ഒത്തിരിയധികം ദുഷ്ടതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, വംശീയ അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്, യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, കലുഷിതമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പെന്തക്കോസ്തായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്കൊരു വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നത്. ഏകീകരിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട്, എല്ലാവരെയും കോർത്തിണക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുതന്നെയാണ് നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വെല്ലുവിളി. ഇത്രയധികം യുദ്ധങ്ങളും ഇത്രയധികം പ്രശ്നങ്ങളും ചുറ്റുപാട്ട് നടക്കുമ്പോൾ എപ്രകാരമാണ് നമുക്ക് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ഒന്നിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്? അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സഭയെന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. സഭയെന്ന് പറയുന്നത് ഒരിക്കലും സഭയ്ക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് കുറേയും കൂടിയും ബെറ്ററായിട്ടൊരു വേൾഡ് ഈ ലോകത്തിന് സമ്മാനിക്കാനായിട്ടാണ്. നമ്മൾ ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നില്ലേ, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും. അത് തന്നെയാണ് സ്വപ്നം. പരിശുദ്ധാത്മാവിനാൽ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും. അങ്ങനെയെങ്കിലും നമുക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, പരിശുദ്ധാത്മാവെ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. ഇന്നത്തെ ദിവസത്തിൽ ഇത് ആവർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരണമേ. കൗദാശികപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഈ കുമ്പസാരം എന്ന കൂദാശികയിലൂടെ ആ പരിശുദ്ധാത്മാവിൻ്റെ പാപവിമോചന ശക്തി കുറേയും കൂടിയൊക്കെ ആഴത്തിൽ അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് സധൈര്യം സാക്ഷ്യം നൽകുന്ന ഏറ്റവും നല്ല വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.